ഹായ്, എൻ്റെ പേര് ഷഹജഹാന. ഞാൻ എടുത്ത സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് 35 ആണ്. എൻ്റെ സബ്ജക്റ്റ് സൈക്കോളജി, ജേർണലിസം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്ത പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ്, സൈക്കോളജി ആൻഡ് ജേർണലിസം. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സൈക്കോളജിയും ജേർണലിസവും ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, അതുപോലെയുള്ള സൈക്കോളജി യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന. ഇവൻ സൈക്കോളജിക്കാണ് CUET ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ CUET ഏറ്റവും എക്സാം സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളതും ജേർണലിസം, സൈക്കോളജി തന്നെയായിരുന്നു. ജനറൽ ടെസ്റ്റ് എനിക്ക് കുറച്ച് ടൈമിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്കും 2 സബ്ജക്റ്റ് ഓൾറെഡി ഇംഗ്ലീഷാണ്. അപ്പോൾ ഓക്കെ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ വരുന്ന പല സൈഡ്സും അങ്ങനെയാണ് ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വലിയൊരു ടഫ്നെസ് ഇംഗ്ലീഷ് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെയും എനിക്കൊരു ടഫ്നെസ് ഫീൽ ചെയ്തത് ജനറൽ ടെസ്റ്റ് ചെയ്യുന്നു. കാരണം ഞാൻ ആ ഒരു മാത്സിലുള്ള ആ ടച്ചൊക്കെ ഒന്ന് വിട്ടുപോയിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് വീണ്ടെടുക്കാൻ പ്രെപ്പിലൂടെയാണ് പറ്റിയിട്ടുള്ളത്. പ്രെപ്പിലത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രെപ്പിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകളാണ്. ഞാൻ പ്രെപ്പിൽ ഫോക്കസ് ചെയ്തതും സൈക്കോളജി, ജേർണലിസം, ജനറൽ ടെസ്റ്റ് ചെയ്യുന്നു മെയിൻ ഫോക്കസ് കൊടുത്തിരുന്നത്. പിന്നെ എൻ്റെ 2 സബ്ജക്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സബ്ജക്റ്റ് ക്ലാസ്സും എല്ലാം വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് ജനറൽ ടെസ്റ്റ് ആണ്. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ തോന്നുന്നു സൈക്കോളജി ഒക്കെ ഓരോ ക്വസ്റ്റ്യൻ, ഓരോ ടെസ്റ്റിലെ ഓരോ പേജും അത്യാവശ്യം നല്ല ഫോക്കസ് ചെയ്ത് ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്ത് ആൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജി എന്നൊക്കെ വന്നിട്ടുള്ളത്. ജേർണലിസത്തിലേക്ക് വരുമ്പോൾ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. അപ്പം ഞാൻ ജേർണലിസം പഠിച്ച ഒരാൾ എന്നുള്ള നിലക്ക് എൻ്റെ പ്ലസ് വണ്ണും പ്ലസ് ടു ടെക്സ്റ്റ് ബുക്ക് എനിക്ക് കവർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ആ ഒരു NCET ടെസ്റ്റ് ആണ് തോന്നുന്നു മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പം +1 +2 ഉള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കും NCET കവർ ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. അപ്പം ഞാൻ ജേർണലിസം പഠിച്ച ഒരാൾ എന്നുള്ള നിലക്ക് എൻ്റെ +1ഉം പ്ലസ് ടു ടെക്സ്റ്റ് ബുക്ക് എനിക്ക് കവർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. NCET ടെസ്റ്റ് ആണ് തോന്നുന്നു മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പം +1 +2 ഉള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കും NCET കവർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ജേർണലിസത്തിൻ്റെ കേസിൽ വന്നിട്ടുള്ളത്. ജേർണലിസവും അതുപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു എനിക്കറിയാത്തൊരു ഫീൽഡ് ആയതുകൊണ്ടാണോ അറിയില്ല, ചോദിച്ച ക്വസ്റ്റ്യൻസ്, എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജേർണലിസത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഫിലിമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, അങ്ങനെ വരുന്ന സെക്ഷൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു തോന്നുന്നു. 2, 3, 4, 5 കണ്ടു. ബാക്കിയൊക്കെ ഓരോ പ്ലേസിന് ഉള്ളൂ. പിന്നെ ഇംഗ്ലീഷ്, ഇഡിയം, സിനോണിംസ്, അനോണിംസ് അങ്ങനെ കുറേ വന്നു. പിന്നെ ജനറൽ ടെസ്റ്റ് കറണ്ട് അഫെയർന്ന് വല്ലാതെ ക്വസ്റ്റ്യൻസ് കണ്ടില്ല. 2018 ഉള്ള ഓരോ കറണ്ട് അഫെയർസൊക്കെ കണ്ടു. അല്ലാണ്ട് ബുക്സിനെ കുറിച്ച് ഓതേഴ്സിന് ബുക്സ് 2, 3, 4 ക്വസ്റ്റ്യൻസ് കണ്ടു. അങ്ങനെ ഓക്കെ, പ്രെപ്വൈസ് ആപ്പിൽ നമ്മൾ ജനറൽ ടെസ്റ്റിൽ കവർ ചെയ്ത അതേ ടോപ്പിക്ക് തന്നെയാണ് 3/4 ഭാഗം വരുന്നതെന്നല്ല, ഫുൾ ഭാഗം വരുന്നത്. പിന്നെ എനിക്ക് പ്രെപ്പിൽ ഏറ്റവും യൂസ്ഫുൾ ആയത് മോക്ക് ടെസ്റ്റ് ആണ്. പിന്നെ പ്രെപ്പിൽ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയാൻ എൻ്റെ മെൻറ്റേഴ്സാണ്. പിന്നെ സിദ്ര മാമും ലിസ്ന മാമും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഫസ്റ്റ് എനിക്ക് സിദ്ര മാം ആയിരുന്നു, പിന്നെ അത് ലിസ്ന മാം ആയി. അതും വളരെ 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 ഉപകാരപ്രദമായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിച്ചുമ്പോൾ അവരോട് പറയണമല്ലോ എന്ന് വിചാരിച്ച് പല സമയത്ത് പഠിക്കാറുണ്ട്. പിന്നെ ഓവറോൾ CUET എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത്. കുറച്ചൊന്ന് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ ജനറൽ ടെസ്റ്റ് എഴുതി കഴിഞ്ഞതിൻ്റെ ശേഷം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട്
ഒന്നും കൂടെ പ്രിപ്പറേഷൻ വേണമായിരുന്നു, ആദ്യം തന്നെ തുടങ്ങണമായിരുന്നു എന്ന് തോന്നി. വളരെ അധികം ഞാൻ പോയ വഴികൾ ഒന്നും കൂടെ മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞതിന് ശേഷം തോന്നിയതൊന്നും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ പ്രെപ്പിലും എൻ്റെ CUETൻ്റെയും എക്സ്പീരിയൻസ്. താങ്ക് യു.